ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ ശാന്തകുമാരിയാണ്. ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എൻ്റെ രക്തത്തിൽ കലർന്ന കോൺഗ്രസ്സുകാരിയാണ് ഞാൻ. അപ്പം നമ്മളുടെ ഈ ജനങ്ങളായ കുറേ വിഡ്ഢികൾ കോൺഗ്രസ്സിനെ ഇപ്രാവശ്യം ജയിപ്പിച്ച് തന്നിട്ടുണ്ടല്ലോ. വിഡ്ഢികൾ എന്ന് തന്നെ പറയണം. കാരണം രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, എന്ത് ബാലകൃഷ്ണനാ, ഒരാളും കൂടി ഉണ്ടല്ലോ. ഇവർ മൂന്നാളും കൂടി മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് കടികൂടിയിട്ട് ഒരു മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുക്കാൻ നമ്മുടെ കോൺഗ്രസ്സിലെ നേതാക്കന്മാർക്ക് കഴിവില്ലെങ്കിൽ പിന്നെ മറ്റേതിനാണ് നിങ്ങളൊക്കെ കോൺഗ്രസ് വലിയ മറ്റേതാണെന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കുന്നത്? കാരണം എന്താന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നാണക്കേടാകുകയാണ് കോൺഗ്രസ്സുകാർക്ക്. എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ നായ്ക്കളെ പോലെ കല്ലും കടി. ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി, അവരെല്ലാവരും തീരുമാനിച്ച ഒരു പ്രധാനമന്ത്രി നമ്മുടെ ഇന്ത്യയിൽ ഭരിക്കുന്നു. CPM-ൻ്റെയും CPI-ൻ്റെയും ആൾക്കാർ അവർ ജയിച്ചു കഴിഞ്ഞാൽ ഇന്ന ആളാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയാണ് ആകുന്നത്. ഈ കോൺഗ്രസ്സിൽ മാത്രം കസേരകൾക്ക് വേണ്ടി തല്ലുകൂടുന്ന നാക്കളെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരോട് ഞാൻ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഭരിക്കാൻ കഴിവില്ലെങ്കിൽ ഒരു മന്ത്രിനെ, നമ്മൾ തീരുമാനിക്കുന്ന ഒരു മന്ത്രിയെ, ഒരു മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുക്കാൻ ഇത്രയും ദിവസമായിട്ട് 4-ാം തീയതി ജയിച്ചതാണ്. 5-ാം തീയതി രാവിലെ ജയിച്ചിട്ട് ഇന്നേക്ക് തീയതി 11 ഇന്ന് വരെ ഒരു മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുക്കാൻ നമ്മുടെ കോൺഗ്രസ്സിലെ നേതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജനങ്ങൾ ഓരോന്ന് ഇതിൽ മീഡിയയിൽ ചോദിക്കുമ്പോൾ നാണക്കേടാകുകയാണ് കോൺഗ്രസ്സുകാർക്ക്. ഞാൻ കോൺഗ്രസ്സുകാരിയാണെന്ന് പറയാൻ നാണക്കേടാണ്. കാരണം നമ്മുടെ കേരളത്തിൽ ഇത്രയും നാറിയ ഒരു കോൺഗ്രസ്സുകാരനെ വേറെ കാണാൻ കിട്ടില്ല. കസേരയ്ക്ക് വേണ്ടി മാത്രം തല്ലുകൂടുന്നവർ. ഒരു കൂട്ടർ VDC മതിയെന്ന്, ഒരു കൂട്ടർ ചെന്നിത്തല മതിയെന്ന്, ഒരു കൂട്ടർ വേറൊരാൾ മതിയെന്ന്. അപ്പം നമ്മുടെ കോൺഗ്രസ്സിൽ എന്ന് പറയാൻ ഒരു നാദിയില്ല നമ്മളുടെ കയ്യിൽ. നമ്മളുടെ ഹിന്ദുക്കൾക്കൊരു നാദിയില്ലാത്ത പോലെ തന്നെയാണ് നമ്മളുടെ കോൺഗ്രസ്സിൽ നാദിയില്ലാത്ത കളരി പോലെയാണ് ഇന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. അതുകൊണ്ട് എന്ത് വന്നെന്നറിയോ? കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത എല്ലാ ജനങ്ങളും നിങ്ങളെ ആലോചിച്ചിട്ട്, കോൺഗ്രസ്സിലെ നേതാക്കന്മാരിനെ ആലോചിച്ചിട്ട് പുച്ഛിക്കുന്നുണ്ടാകും നിങ്ങളിലേക്ക്. ഇത്രയും ദിവസമായിട്ട് നിങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുത്തിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ നിങ്ങൾക്ക് ഇനിയും ആയിട്ടില്ല എന്നുള്ളതാണ്. 102 നിങ്ങൾക്ക് സീറ്റും 102 ജനങ്ങൾ ഒരു മാറ്റം വേണം പറഞ്ഞ് നിങ്ങളെ വിട്ട നിങ്ങൾ ഒരു മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഈ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തവരെല്ലാവരും വിഡ്ഢികളല്ലേ ശരിക്കും പറഞ്ഞാൽ? ഇതിലും ഭേദം പിണറായി വിജയൻ തന്നെ ഭരിക്കുന്നതായിരുന്നു. അയാളിനി എന്ത് തെമ്മാടിത്തരം പറഞ്ഞോ ചെയ്തോ എന്തായാലും അവർ മതിയായിരുന്നു. ഇതിപ്പോൾ എന്താ പറയണേ? എനിക്ക് നാണക്കേടാകുകയാണ്. രാഹുൽ ഗാന്ധിക്ക് നാണക്കേടാകുണ്ടാവും, പ്രിയങ്ക ഗാന്ധിക്ക് നാണക്കേടാകുണ്ടാവും, സോണിയാഗാന്ധിക്ക് നാണക്കേടാകുണ്ടാവും. നിങ്ങൾ കേരളത്തിലുള്ളവർ എന്താ ചെയ്യുന്നത്? ഇനിയിപ്പം നിങ്ങൾ അധികാരത്തിൽ കയറിയെന്നിരിക്കട്ടെ, എന്ത് ചെയ്യാനാ നിങ്ങൾ എന്ത് ചെയ്യാനാ ഇതുപോലെ കടികൂടാനോ? ഇതുപോലെ കടികൂടാനാണോ നിങ്ങൾ ഇനി കോൺഗ്രസ്സിലെ ഓരോ നേതാക്കന്മാർ? ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി പറഞ്ഞു 5 കൊല്ലം 5 മന്ത്രിമാർ ഭരിക്കട്ടെ എന്ന്. നാണമില്ലേ നിങ്ങൾക്ക് നേതാക്കന്മാരെ? ഈ VD സതീശനും മറ്റേ വേണുഗോപാലിനും ഈ ചെന്നിത്തലയ്ക്കും നിങ്ങൾക്കൊന്നും നാണവും മാനവും ഇല്ലേ ഈ ജനങ്ങളെ കൊണ്ടിങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്? ഞാനൊരു കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു തലയ്ക്ക് മത്ത് പിടിക്കുന്ന ഭ്രാന്തുള്ള ഒരാളാണ് ഞാൻ. സങ്കടമാണ് തോന്നുന്നത് നിങ്ങൾ ഈ കാണിച്ചുകൊണ്ട് കടിപിടി കൂടിയിട്ട് നടക്കുന്നത് കാണുമ്പോൾ. ഇനിയെങ്കിലും അധികം വൈകിക്കേണ്ട ഒരു മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുത്തിട്ട് അല്ല സത്യപ്രതിജ്ഞ ചെയ്തിട്ട് നിങ്ങളവിടെ ഇരിക്കാൻ അയക്കില്ല മാർക്സിസ്റ്റുകാർ, അത് വേറെ വിഷയം. CPM-ഉം CPI-യും നിങ്ങളുടെ 5 കൊല്ലം അവിടെ ഇരിക്കാനൊന്നും അയക്കില്ല. അതിന് മുന്നേ ഉമ്മൻചാണ്ടിനെ ഇറക്കി വിട്ട പോലെ തന്നെ അതൊക്കെ ഇറക്കി വിടും. എങ്കിൽ പോലും ഇത്രയും ദിവസമായ ഇതിന് 6 ദിവസമായി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ 6 ദിവസത്തിൽ ഒരു മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുക്കാൻ നമ്മുടെ കോൺഗ്രസ്സിലേക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വളരെ സങ്കടമുണ്ട് നിങ്ങളവിടെ. എനിക്ക് കോൺഗ്രസ്സിനെ ആലോചിക്കുമ്പോൾ വളരെ സങ്കടമുണ്ട്. കടിപിടി കൂടുന്ന ജാതികൾ സീറ്റിന് വേണ്ടി മാത്രം. നിങ്ങളെന്താ വല്ല മരിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾ സീറ്റും കൊണ്ടുപോകുമോ? കോൺഗ്രസ്സിലെ മുഖ്യമന്ത്രി സീറ്റും കൊണ്ട്
ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുന്നവർ സീറ്റ് ഇല്ലാതെയും സേവിക്കാം. ജനങ്ങളിലെയാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ മുഖ്യമന്ത്രി കസേര തന്നെ വേണമെന്നൊന്നുമില്ല. ജനങ്ങളെ സേവിക്കാൻ സീറ്റിൻ്റെ ആവശ്യമേ ഇല്ല. അതിനൊരു മനസ്സ് മാത്രം മതി. അത് കോൺഗ്രസ്സുകാരനോ മാർക്സിസ്റ്റുകാരനോ BJP-കാരനോ അങ്ങനെയൊന്നുമില്ല. പാവങ്ങളെ സഹായിക്കണം, അവർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് കോൺഗ്രസും മറ്റേ പാർട്ടികളൊന്നും വേണ്ട. അതിനൊരു നല്ല ഹൃദയം ഉണ്ടായാൽ മതി. കോൺഗ്രസ്സുകാരന് ജയിപ്പിച്ച് വിട്ട എല്ലാ ജനങ്ങളെയും നിങ്ങളിപ്പോൾ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇനിയൊരു തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരും വോട്ട് ചെയ്യില്ല. നിങ്ങൾക്ക് കാരണം പറഞ്ഞാൽ അത്രയ്ക്കും പുച്ഛിച്ചിട്ടാണ് ആൾക്കാർ ഇപ്പോൾ കോൺഗ്രസ്സിനെ വെച്ചിരിക്കുന്നത്. ഇതിൽ പരം ഒരു നാണക്കേട് ഇനി എന്താ വേണ്ടത് നിങ്ങൾക്കൊക്കെ? അപ്പോൾ ഓക്കെ, ബൈ.